ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അമീബിക് മസ്തിഷ്ക ജ്വരം നേരിടാം ജാഗ്രതയോടെ. സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട രോഗങ്ങളിലൊന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത്തിരി കുഞ്ഞന്മാരായ അമീബ എന്ന ഏകകോശ ജീവികൾ നമ്മുടെ തലച്ചോറിലെത്തി അവിടെ അണുബാധ സൃഷ്ടിക്കുന്നതാണ് ഈ രോഗം. ഇതിനെപ്പറ്റി മുൻപേ തന്നെ ധാരണയുണ്ടെങ്കിലും ഈ വർഷമാണ് കേരളത്തിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം സെപ്റ്റംബർ വരെ 80ഓളം കേസുകളാണ് സ്ഥിരീകരിച്ചത്. അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 21 പേർ മരണത്തിന് കീഴടങ്ങി. രോഗം ബാധിച്ചാൽ കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഉടൻ സാധ്യമാക്കിയില്ലെങ്കിൽ 90 മുതൽ 100% വരെയാണ് മരണനിരക്ക് എന്നതാണ് ഈ രോഗത്തിൻ്റെ ഗുരുതരമായ സവിശേഷത. എന്നാൽ ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സാംക്രമിക രോഗമല്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. പ്രധാനമായും നെഗ്ലേറിയ ഫൗലേറി എന്ന ഇനം അമീബ വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെ മനുഷ്യന്റെ തലച്ചോറിലെത്തുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത്. രോഗത്തെക്കുറിച്ച് വിശദമാക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ അരവിന്ദ് രഘുരാമൻ. അമീബിക് മെൻജോ എൻസെഫലൈറ്റിസ് 2 തരത്തിലുണ്ട്. പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസും ഗ്രാനുലോമാറ്റസ് അമീബിക് മെൻജോ എൻസെഫലൈറ്റിസും. പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത് നെഗ്ലേറിയ ഫൗളേറി എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലെ ലക്ഷണങ്ങൾ പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസിന് സമാനമാണ്. അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന ഒരു നേർത്ത പാളിയുണ്ട്. ക്രിബ്രിഫോം പ്ലേറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ നേർത്ത പാളി വഴിയാണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത്. അമീബ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ലോകത്ത് നെഗ്ലേറിയ ഫൗളേറി കാരണമുണ്ടാകുന്ന രോഗബാധ കൂടുതലും വേനൽക്കാലത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേനലിൽ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും. സാധാരണയായി വെള്ളത്തിലെ അടിത്തട്ടിലെ ചേറിലാണ് അമീബ കൂടുതലും വസിക്കുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം കലങ്ങുകയും അത്തരം വെള്ളം മൂക്കിലേക്ക് ശക്തമായി കടക്കുമ്പോൾ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അമീബ മണ്ണിലും വെള്ളത്തിലും എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തുമുള്ള അമീബ വളരെ അപൂർവമായി മാത്രമേ രോഗബാധ ഉണ്ടാക്കുന്നുള്ളൂ. കണക്കുകൾ വ്യക്തമാക്കുന്നത് 26 ലക്ഷം ആളുകൾ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൽ കുളിച്ചാൽ അതിൽ ഒരാൾക്ക് മാത്രമേ നെഗ്ലേറിയ കാരണമുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാകൂ എന്നുള്ളതാണ്. മരണനിരക്ക് കൂടി നിൽക്കുന്നു എന്നതിൽ നിന്ന് തന്നെ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത്. അമീബയ്ക്കെതിരെ ഫലപ്രദമാണെന്ന് വിലയിരുത്തുന്ന മരുന്നുകളുടെ ഒരു സംയുക്തമാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. മൂക്കിൽ വെള്ളം കയറ്റുന്ന നസ്യം പോലുള്ള ക്രിയകൾ ചെയ്യുമ്പോഴോ തല വെള്ളത്തിൽ മുക്കി കഴുകുമ്പോഴോ അമീബ ശരീരത്തിൽ പ്രവേശിക്കാം. എന്നാൽ അമീബ അടങ്ങിയ വെള്ളം കുടിക്കുന്നതിലൂടെ സാധാരണയായി രോഗം പിടിപെടാറില്ല. അമീബ തലച്ചോറിലെത്തിയാൽ 5-10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. സാധാരണ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതാണ് ഈ രോഗം. അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന നേർത്ത ആവരണത്തെയാണ് പ്രധാനമായും ആക്രമിക്കുക. അണുബാധയുടെ ഫലമായി തലച്ചോറിൽ കടുത്ത നീർവീക്കവും ഉണ്ടാവും. രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ കഠിനമായ പനി, തീവ്രമായ തലവേദന എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇതോടൊപ്പം ഓക്കാനവും ഇടയ്ക്കിടെയുള്ള ഛർദിയും ഉണ്ടാവും. രോഗം ഗുരുതരമാവുമ്പോൾ കഴുത്തു ചലിപ്പിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സ്വബോധം നഷ്ടപ്പെട്ടേക്കാം. അപസ്മാരം വരാനും സാധ്യതയുണ്ട്. ഈ വർഷം കേരളത്തിൽ നവജാത ശിശുക്കൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളിലും രോഗം സ്ഥിരീകരിക്കുകയും ഏതാനും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എങ്കിലും കേരളത്തിന്റെ എടുത്തു പറയേണ്ട സവിശേഷത കൃത്യമായ ചികിത്സാക്രമത്തിലൂടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രോഗബാധിതരായ 80% പേരെയും തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായി എന്നതാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മോഹൻദാസ് നായർ വാർത്താ തരംഗിണിയോട്. കുട്ടികളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ നിന്നും വളരെ വ്യത്യസ്തമൊന്നുമല്ല. മെനിഞ്ചൈറ്റിസ്, അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്ന രോഗത്തിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് പനി,
തലവേദന, ഛർദി ഇവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതിൻ്റെ കൂടെ തലച്ചോറിനെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളും ചിലപ്പോൾ അപസ്മാരം ഉണ്ടാവാം, അല്ലെങ്കിൽ ബോധത്തിൽ ഒരു സ്വബോധം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരാം. ഇങ്ങനെ പല ലക്ഷണങ്ങളും കാണാറുണ്ട്. ഇന്ന് നമ്മൾ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാവരിലും അമീബ മൂലമുള്ള മെനിഞ്ചൈറ്റിസും കൂടെ സംശയിക്കുന്നതിനാൽ അതിനെ പ്രത്യേകം പരിശോധനാ വിധേയമാക്കുകയും രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, നമ്മുടെ സംസ്ഥാനത്ത് പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസിൻ്റെ ചികിത്സക്കായി ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചികിത്സ തുടങ്ങുന്നതിനാൽ കുറേ കൂടെ നല്ല രീതിയിൽ ഈ രോഗികളെ ചികിത്സിക്കാനും അസുഖം ഭേദമാക്കാനും കഴിയുന്നു. ഈ പ്രോട്ടോക്കോളിലുള്ള ചില മരുന്നുകൾ നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ ലഭ്യമല്ല. ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഇത്തരം മരുന്നുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് വഴി ഈ അമീബയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. എങ്കിലും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക, വിശാലമായ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു രോഗം ഇപ്പോൾ കൂടുതലായി എന്തുകൊണ്ട് കണ്ടുവരുന്നു എന്നുള്ളതും പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആഗോള താപനം ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നതിന് ഒരു കാരണമാണോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങൾ കാലങ്ങളിലെ അപേക്ഷിച്ച് മലിനമാകുന്നത് ഒരു കാരണമാണോ എന്നും സംശയിക്കപ്പെടുന്നു. മലിനമായ ജലാശയങ്ങളിലോ നീന്തൽക്കുളങ്ങളിലോ മാത്രമല്ല, ശരിയായി പരിപാലിക്കാത്ത കിണറുകളിലും ഓവർഹെഡ് ടാങ്കുകളിലും ടാപ്പുകളിലും അപകടകാരിയായ അമീബയുണ്ടാകാം. ഈ ജലം ഉപയോഗിച്ച് കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യുന്നവരുടെ മൂക്കിലൂടെ വെള്ളം ഉള്ളിൽ കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം. മുങ്ങിക്കുളിക്കുമ്പോൾ മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെയോ അശാസ്ത്രീയ ചികിത്സാ രീതികളുടെയോ ഭാഗമായിട്ടാണെങ്കിലും മൂക്കിലൂടെ ജലം കടത്തിവിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നല്ലത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ സമഗ്ര ഗവേഷണത്തിന് കേരളം തുടക്കമിട്ടു കഴിഞ്ഞു. ഒരാളിൽ രോഗകാരിയായ അമീബ എത്താനുള്ള എല്ലാ സാധ്യതകളും കണ്ടെത്തി പരിശോധിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള കേസ് കൺട്രോൾ സ്റ്റഡിക്കുള്ള മുന്നൊരുക്കമാണ് ആരോഗ്യവകുപ്പ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ചെന്നൈയിലെ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജിയിലെ ഡയറക്ടർമാർ തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. രോഗചികിത്സയിൽ പ്രധാനം കൃത്യമായ രോഗനിർണയമാണ്. പ്രധാനമായും വെറ്റ് മൗണ്ട് മൈക്രോസ്കോപ്പി എന്ന പരിശോധനയിലൂടെയാണ് അമീബയെ കണ്ടെത്തുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കേരള റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ. നമുക്ക് വേൾഡ് ലിറ്ററേച്ചർ, സയന്റിഫിക് ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വളരെ വളരെ ഉയർന്ന മരണനിരക്കാണ് കാണപ്പെടുന്നത്, 95%. അതിന്റെ കാരണം പലപ്പോഴും ഇത്തരം കേസുകൾ അപൂർവമായതിനാൽ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുക. അതായത് സാധാരണ ചികിത്സകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ അമീബയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചിലപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും ഈ ഡയഗ്നോസിസ് ഉണ്ടായി വരിക. അപ്പോൾ ഈ എല്ലാ കേസുകളെയും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പലതും മരണപ്പെട്ട കേസുകളായിരിക്കും. അതുകൊണ്ടാണ് പബ്ലിഷ് മോർട്ടാലിറ്റി വളരെ ഹൈ ആയിട്ട് കാണുന്നത്. കാരണം ഇവർക്ക് ആർക്കും തന്നെ തുടക്കത്തിൽ ചികിത്സ ലഭിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി അതല്ല. ഈ പരിശോധനകൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ രോഗം നേരത്തെ സംശയിക്കപ്പെടുന്നത് കൊണ്ടും ഉചിതമായിട്ടുള്ള പരിശോധനകൾ ചെയ്യപ്പെടുന്നത് കൊണ്ടും രോഗിക്ക് രോഗനിർണയം നേരത്തെ സാധിക്കുകയും അതോടൊപ്പം തന്നെ ചികിത്സാ പ്രോട്ടോക്കോളുകൾ എല്ലാവർക്കും തന്നെ ലഭ്യമാണ്, മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാണ്. അതുകൊണ്ട് ചികിത്സ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനായ ഈ അമീബയ്ക്ക് ബ്രെയിനിനകത്തൂടെ തുരന്ന് ബ്രെയിൻ ഭക്ഷിച്ച് പെരുകാനുള്ള ഒരു അവസരം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഈ അമീബയെ കണ്ടെത്തണമെങ്കിൽ സാധാരണ നമ്മൾ ഒരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ ലക്ഷണങ്ങളുമായി വരുന്ന രോഗിയെ പരിശോധിക്കുന്ന ടെസ്റ്റുകൾ കൊണ്ട് ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ടെസ്റ്റ് ചെയ്യുന്നത് പലരും കേട്ടിട്ടുണ്ടാകും, CSF എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്. കണ്ണീര് പോലെ ഇരിക്കും. നമ്മുടെ നടുവിൽ നിന്നും ഒരു സൂചി കൊണ്ട് കുത്തിയെടുക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണിത്. ആ ഫ്ലൂയിഡ് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ആയതിനാൽ, സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയതിനാൽ തലച്ചോറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലച്ചോറിന്റെ കവറിംഗ് മെനിഞ്ചസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അണുബാധയുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മാറ്റങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഇത് ബാക്ടീരിയൽ ആണോ അല്ലെങ്കിൽ വൈറസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്.
എന്നാൽ ഈ ഫ്ലൂയിഡിൽ തന്നെ നീന്തി കളിക്കുന്ന അമീബകൾ ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഇതിന് വെറ്റ് മൗണ്ട് എന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യണം. ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്ത ഉടൻ തന്നെ അതൊരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് അമീബയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവുള്ള വിദഗ്ധനോ ആയിട്ടുള്ള ഒരു ഡോക്ടർ അത് നോക്കി അമീബയുണ്ടോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റിനാണ് വെറ്റ് മൗണ്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി എന്ന് പറയുക. എല്ലാ കേസുകളിലും ബ്രെയിൻ ഇൻഫെക്ഷൻ സംശയിക്കുന്ന എല്ലാ കേസുകളിലൊന്നും ഇത് ചെയ്തു വന്നിരുന്നില്ല. അത് ഇന്ത്യയിലാകമാനമുള്ള കേസുകൾ നോക്കിയാലും ഈ ടെസ്റ്റ് അപൂർവമായിട്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. എന്നാൽ കേരളത്തിൽ സമീപകാലത്തായിട്ട് ഈ ടെസ്റ്റ് കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ട്. നെഗ്ലേറിയ ഒഴികെ രോഗകാരിയായ മറ്റ് അമീബകളെല്ലാം ശരിയായ ക്ലോറിനേഷനിലൂടെ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജലസ്രോതസ്സുകളും ജലാശയങ്ങളും ശരിയാം വിധം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുറപ്പുവരുത്തുക. വീടുകളിലെ കിണറുകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഏറ്റവും അപകടകാരിയായ നെഗ്ലേറിയ സാധാരണ ക്ലോറിനേഷനിൽ നശിപ്പിക്കപ്പെടണം എന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ആഗോളതാപനത്തിന്റെ ഭാഗമായി ജലാശയങ്ങളിലെ ജലത്തിന്റെ ഊഷ്മാവ് കൂടുന്നതും അമീബയുടെ വളർച്ചയെ സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ദ്രവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ ജലാശയങ്ങളും കിണറുകളും മലിനപ്പെടുന്നതാണ് അതിൽ അമീബ വളരുന്നതിന് പ്രധാന കാരണം. ജലാശയങ്ങൾ അമീബ മുക്തമാകണമെങ്കിൽ ജലമലിനീകരണം പൂർണ്ണമായും ഇല്ലാതാകണം. കുടിക്കുന്ന വെള്ളം മാത്രമല്ല, കുളിക്കുന്നതും നീന്തുന്നതുമായ വെള്ളവും മലിനമല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലാശയങ്ങളേറെയുള്ള കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KT പ്രമീള. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 5 അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് തലത്തിൽ RRT മീറ്റിംഗ് കൂടുകയും അടിയന്തരമായി നടത്തേണ്ട വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. പിറ്റേന്ന് ആശാവർക്കർമാരുടെ യോഗം വിളിച്ചു ചേർത്തു. അതേപോലെ പ്രദേശത്ത് ജനങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം കൂടുകയും വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്രദേശത്തുള്ള എല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേഷൻ നടത്താൻ സാധിച്ചു. അതുപോലെ വീട്ടിലുള്ള ടാങ്കുകൾ ക്ലീൻ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. ഈ 17 വാർഡുകളിലേക്കും IEC നോട്ടീസ് അടിച്ച് വിതരണം എല്ലാ വീടുകളിലും നടത്താൻ സാധിച്ചു. കുളത്തിലും മറ്റു ജലാശയങ്ങളിലൊക്കെ ഉള്ള മുങ്ങിക്കുളികളൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകി. സോഷ്യൽ മീഡിയ വഴി ബോധവൽക്കരണങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 6368 കിണറുകളാണുള്ളത്. ഈ കിണറുകളിൽ 98% ക്ലോറിനേഷൻ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരും ആശാ വർക്കർമാരും ഫോളോ അപ്പ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. രോഗപ്രതിരോധത്തിനായി കേസ് സ്റ്റഡി അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ രോഗബാധിത പ്രദേശങ്ങളും വീടുകളും ആരോഗ്യ പ്രവർത്തകർ സന്ദർശിക്കും. പ്രദേശത്തിന്റെ കാലാവസ്ഥാ മാറ്റങ്ങൾ, പരിസ്ഥിതി ഘടന, രോഗികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, രോഗപകർച്ചയ്ക്കുള്ള സാധ്യത, സാഹചര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഈ സംഘം ശേഖരിക്കും. ഇതിനുള്ള ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞു. തുടർന്ന് ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് വിലയിരുത്തി രോഗം വരാനുള്ള സാധ്യതാ മാർഗങ്ങളെക്കുറിച്ച് പൊതുവായ നിഗമനത്തിലെത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലാവും തുടർ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും ബോധവൽക്കരണവും നടപ്പാക്കുക. ഗുരുതരമായ രോഗമാണെങ്കിലും അത്യന്തം ജാഗ്രതയും പ്രതിരോധ നടപടികളും സ്വീകരിച്ചാൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗബാധയെ ഒരു പരിധിവരെ നമുക്ക് നേരിടാനാവും. കോവിഡിനെയും നിപയെയും പോലുള്ള മഹാമാരികളെ ചെറുത്തു തോൽപ്പിച്ച കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയും ആ വിജയം ആവർത്തിക്കാൻ കഴിയും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിച്ചു. ഏകോപനം ലമി ജി നായർ. അവതരണം ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.